ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ സ്കറിയ മങ്ങരയിൽ. ജോർജ് അച്ഛനും ടീം അംഗങ്ങളും ഏകദേശം 3 പ്രാവശ്യം ഇടവക സന്ദർശിക്കുകയും ഈ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ഇടവകാംഗത്തെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തെയും ഓരോ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബജീവിതത്തെയും അവരുടെ ദാമ്പത്യ ജീവിതത്തെയും പരസ്പരം മനസ്സിലാക്കുവാനും അറിയുവാനും അറിവിൻ്റെ ബോധ്യത്തിൽ കൂടുതൽ തീഷ്ണതയോടുകൂടി തമ്പുരാന് സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം ഈ ധ്യാനാവസരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും കൂട്ടായ്മയും വളർത്തുന്നതിനും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും മാതാപിതാക്കളുടെ മാതൃകയെ പിന്തുടർന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഉന്നതിയിലേക്ക് മക്കളെ വളർത്തുന്നതിന് എപ്രകാരം ഓരോരുത്തരും ഓരോ ഭവനത്തിലും എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തതയോടുകൂടെ ധ്യാനഗുരുക്കന്മാർ ഇടവകങ്ങളെ ബോധ്യപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റത്തിൻ്റെ ആരംഭം മുതൽ വിശ്വാസ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പുതിയ തലമുറ ആയിരുന്നാൽ പോലും അവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ടുള്ള വലിയൊരു പ്രചോദനം അവരുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഈ സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കാലത്തിൻ്റെ പോക്കനുസരിച്ച് വിശ്വാസത്തിൽ തീഷ്ണത ഒരുപക്ഷെ മങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് വിശ്വാസവും വിശ്വാസ ജീവിതവും ഇപ്പോൾ നമുക്കറിയാം പലപ്പോഴും വിമർശിക്കപ്പെടുന്നുണ്ട്. അപ്രകാരമുള്ളൊരു സാഹചര്യത്തിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം കൂടുതൽ വിശ്വാസത്തിലേക്ക് ഇടവക ജനത്തെ വളർത്തുവാനായിട്ട് ആ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ട് ബോധ്യപ്പെട്ട് സുവിശേഷാത്മകമായ ജീവിതം നയിക്കുവാൻ സുവിശേഷ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ധാർമ്മിക ബോധ്യങ്ങളോടുകൂടി തന്നെ ക്രൈസ്തവ സാക്ഷ്യം നൽകുവാനായിട്ട് ഈ ധ്യാനം ഇടവകാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരപ്രദമായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കുവാനായിട്ടും എന്നെ സംബന്ധിച്ച് വികാരി എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമാണ്. നമുക്ക് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിവിധ മേഖലകളിൽ വലിയ അനുഗ്രഹവും കൃപയെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടി. ആനന്ദത്തിൻ്റെ നിമിഷം, സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ദൈവം നിങ്ങൾക്ക് ആത്മാവിൻ്റെ അനുഗ്രഹത്തിലൂടെ നമുക്ക് ലഭിച്ചു. ഈ പ്രിയപ്പെട്ട വൈദികരിൽ നിന്ന് നമുക്ക് കർത്താവ് ഒരു പാഠം പഠിക്കാനായിട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കണം. ദൈവം എപ്പോഴും കൂടെയുണ്ട്. നമുക്ക് വിശ്വാസം, ശരണം, സ്നേഹം 3 പുണ്യങ്ങളിലാണ് നമ്മൾ വളരുക. ആ പുണ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവാശ്രയ ബോധം. ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിച്ച അബ്രാഹത്തിന് പൂർണ്ണമായും ദൈവത്തിൽ ശരണപ്പെടുക കൂടി ചെയ്യുകയാണ്. എല്ലാം ദൈവം നൽകും, ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന വലിയ ചിന്ത. അത് നമുക്ക് ഈ പ്രിയപ്പെട്ട സഹോദരന്മാരിൽ നിന്ന് നമുക്കൊരു പാഠമായിട്ട് പഠിക്കണം, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. എന്താണത്? ഇത്രയും 40-ലധികം ഇടവകളിൽ ഈ പ്രിയപ്പെട്ട അച്ഛന്മാർ ജോജോച്ചൻ്റെ നേതൃത്വത്തിൽ 5-6 വൈദികർ, അവർക്ക് പ്രതിഫലമായിട്ട് 1 രൂപ പോലും വേണ്ട. എന്തൊരു അത്ഭുതമാണ്! ഇത്രയും അവർ നമ്മുടെ അടുത്ത് എത്ര തവണ വന്നു, എത്രയോ ആലോചനകൾ നടത്തി, എന്തൊരു ത്യാഗം സഹിച്ചു, എന്തെല്ലാം പ്രോഗ്രാമുകൾ. നമ്മൾക്ക് ഇങ്ങനെ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും നമ്മൾ സംഭാവനയൊക്കെ സ്വീകരിച്ച് നേരത്തെ തന്നെ പണമൊക്കെ പറഞ്ഞ് അവർക്ക് നൽകുന്നതാണ്. എന്നാൽ നമുക്ക് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ പ്രത്യേകത, വചനം പ്രസംഗിക്കുന്നവർ സൗജന്യമായിരിക്കണമെന്ന്, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി തന്നെ കൊടുക്കണമെന്ന സുവിശേഷത്തിൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. നമുക്ക് പണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് ലൗകികമായിട്ട് സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി നാം എന്തെന്ത് കാര്യങ്ങളെല്ലാം ചെയ്യും, ദൈവത്തെ മറന്നു പോകുക തന്നെ ചെയ്യും. പക്ഷേ ഇവർ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം എല്ലാം നൽകും. ഈശോയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായിട്ട് കൊടുക്കുക. അതുകൊണ്ട് വചനം സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചത്, സൗജന്യമായി കൊടുക്കുക.
നമുക്ക് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ താമരശ്ശേരി രൂപതയിൽ 2 പ്രധാന സ്ഥാപനങ്ങളാണ് നടത്തുന്നത്. ഒന്ന് ഈങ്ങാപ്പുഴയിലുള്ള ധ്യാന കേന്ദ്രം. ഇവിടെ ധാരാളം ആളുകൾ ധ്യാനിക്കുന്നു. അവർ രൂപത ആരംഭിച്ച വർഷം തന്നെ അവരാരംഭിച്ചു. 40 വർഷങ്ങൾ ആ സ്ഥാപനവും പിന്നിടുകയാണ്. അവിടെ നല്ലൊരു ധ്യാന കേന്ദ്രം, ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾ, അവർക്ക് രോഗികളായിട്ടുള്ളവരോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് താമസിക്കുന്നതിന് ഒരു സ്ഥാപനം കൂടി ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ നടത്തുന്നുണ്ടെന്നുള്ളത് കൃതജ്ഞതയോടുകൂടി നമുക്ക് ഓർക്കാം. ഈ ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുകയാണ് ഇവർ. എവിടെയെല്ലാം നമ്മൾ ആളുകളുണ്ടോ ഈ 5 ഭൂഖണ്ഡങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുക. വളരെ മനോഹരമായിട്ട് ഈ സുവിശേഷ പ്രഘോഷണം നടത്തുകയാണ്. ഉഗാണ്ടയിലെ കമ്പാല നഗരത്തിൽ അവിടെ ഒരിക്കൽ പോകാൻ എനിക്ക് സാധിച്ചു. അവിടെ എത്തുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഈ വിൻസെൻഷ്യൻ സഹോദരന്മാർ അവിടെ എത്തി. അവിടെ ബില്ലച്ചൻ എന്ന് അച്ഛൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ബില്ലച്ചൻ എന്നാണ് അവർ വിളിക്കുന്നത്. പറമ്പിൽ ബിൽ, അങ്ങനെ ഒരു പറമ്പിലാണ്. അതുകൊണ്ട് ആ പറമ്പ് അത് അവർക്ക് പറയാൻ വിഷമമായതുകൊണ്ട് ബിൽ എന്ന്, അത് എളുപ്പമുണ്ട്. അപ്പോൾ അവർ ബില്ലച്ചൻ എന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ സുവിശേഷം പ്രസംഗിച്ച് അവിടെ ഒരു വിശുദ്ധനെ പോലെയാണ് അവർ കണക്കാക്കുന്നത്. ആ കുഴിമാടം അച്ഛൻ അവിടെ മരിച്ചു, അവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ അവിടെ ഈ ഉഗാണ്ടയിൽ, ആഫ്രിക്കയിൽ രാജ്യങ്ങൾ, ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഈ ധ്യാനത്തിൽ നിന്ന് നമുക്ക് എപ്പോഴും ദൈവാശ്രയ ബോധം എത്രയോ സ്ഥലത്താണ് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സൗജന്യമായിട്ട് ദൈവം സ്ഥലം നൽകുന്നത്, വീട് നൽകുന്നത്, ശുശ്രൂഷയ്ക്കുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഗോവയിൽ 100 ഏക്കർ സ്ഥലമാണ് ഒരു കുടുംബം ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സൗജന്യമായി, ഗോവ പോലൊരു സ്ഥലത്ത് 100 ഏക്കർ സ്ഥലം സൗജന്യമായിട്ട് നൽകിയിരിക്കുക. ദൈവം നമുക്കെല്ലാം തരും, സൗജന്യമായിട്ട് നമ്മുടെ നൽകിയാൽ മതി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, ഫിലിപ്പിയരോട് പറയുന്നുണ്ട്, 4-ാം അധ്യായം സമാപന വാക്യത്തിലേക്ക് കടക്കുമ്പോൾ, നിങ്ങളെനിക്ക് ധാരാളം പണം എനിക്ക് നൽകി, അതെല്ലാം ഞാൻ വിവിധ സ്ഥലങ്ങളിലുള്ള നമ്മുടെ കൂട്ടായ്മയിലുള്ള സഭകൾക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളാണ് എനിക്ക് കൂടുതൽ തന്നത്, പക്ഷെ നിങ്ങൾക്ക് ഒട്ടും നഷ്ടം വരികയില്ല, നിങ്ങൾക്ക് ഇരട്ടിയായി. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എല്ലാം നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം എല്ലാം നൽകും എന്ന് പറഞ്ഞിരിക്കുക, ആ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്. ദൈവം നമുക്കെല്ലാം നൽകും. നമുക്ക് ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ഈ ഒരു വർഷം ഒരു പ്രത്യേകതയുടെ ഒരു വർഷം കൂടിയാണ്. മാർപ്പാപ്പ പ്രത്യേകമായൊരു ജൂബിലി പ്രഖ്യാപിച്ചിരിക്കുക. നിങ്ങളത് അതിനെക്കുറിച്ച് സർക്കുലർ എഴുതി എല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മരണത്തിൻ്റെ 800-ാമത്തെ വർഷമാണ്. നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തി, ഒരു വലിയ വിശുദ്ധൻ. ആ വിശുദ്ധനെ മറക്കാതെ ഈ 8 നൂറ്റാണ്ട് കഴിഞ്ഞും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ആ വിശുദ്ധനെ ഓർക്കുക, വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് പിന്തുടരുക എന്ന്. നമുക്ക് 1182 അദ്ദേഹം ജനിച്ചു. ഇറ്റലിയിലെ അസീസി എന്ന സ്ഥലത്ത് വിശുദ്ധൻ ജനിച്ചു. 1126 മരിച്ചു. 45 വർഷങ്ങൾ. 23 വയസ്സ് വരെ ആഡംബരത്തിൽ, ധനാഢ്യ കുടുംബമായതുകൊണ്ട്, സാധ്യതകൾ മുൻപിലുണ്ടായിരുന്നത് കൊണ്ട്, തനിക്ക് ലഭിച്ച പണം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യുവാക്കളെയും എല്ലാം ചേർത്ത് ആഡംബരത്തിൽ, സുഖലോലുപതയിൽ അദ്ദേഹം ജീവിച്ചു. എന്നാൽ യുദ്ധത്തിൽ, പെറൂജിയായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം തടവിലാക്കപ്പെട്ടു. 1 വർഷത്തോളം ആ ജയിലിലായി, തടവറയിലായി. ആ തടവറയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവം കടന്നു വരിക. ആ വേദനയുടെ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോട് പഠിക്കാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ തടവറയിലായപ്പോൾ ദൈവം അദ്ദേഹത്തിന്, സമയത്ത് ഭക്ഷണമില്ല, ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഇവിടെ നിന്ന് മോചനമുണ്ടോ എന്ന് സംശയം, മരണം തൊട്ടു മുമ്പിലുണ്ട്.
അപ്പോൾ എന്തൊരു മാനസിക സമ്മർദ്ദമായിരിക്കും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ദൈവം, ഈശോ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈശോ വിശുദ്ധനോട് ചോദിക്കുകയാണ്, നീ ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? ദാസനെയാണോ യജമാനനെയാണോ? ഈ ചോദ്യം വിശുദ്ധൻ്റെ മനസ്സിനെ മുഴുവനായിട്ടും മാറ്റിമറിച്ചു. ആ ചോദ്യമില്ലായിരുന്നെങ്കിൽ നമുക്ക് വിശുദ്ധനെ, ഒരു ഫ്രാൻസിസിനെ ലഭിക്കുമായിരുന്നില്ല. വിശുദ്ധൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും, ഞാൻ എൻ്റെ ആഡംബര ജീവിതം അത് ദാസ്യവൃത്തിയാണ്, അതിനുവേണ്ടിയുള്ള വ്യക്തിയല്ല ഞാൻ യജമാനൻ, ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന, ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുഭവം, അത് അദ്ദേഹത്തിന് ആ തടവറയിൽ ലഭിക്കുകയാണ്. തടവറയിൽ നിന്ന് പുറത്തു വന്ന ഫ്രാൻസിസ് പുതിയ ഒരാളായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നീട് എന്തായിരുന്നുവെന്ന്. ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് ജീവിതം നൽകുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെതാണ്. യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതാണ് വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഒരു സാർവത്രിക സാഹോദര്യം, എല്ലാവർക്കും സുഹൃത്തായി തീരുക. അത് കുടുംബജീവിതത്തിലുള്ളവർക്ക് സുഹൃത്താകുകയല്ല, കുടുംബ കൂട്ടായ്മയിൽ, ഇടവകയിൽ, സമൂഹ ജീവിതത്തിൽ, എവിടെയാണെങ്കിലും അവിടെ എല്ലാം സൗഹൃദം. അത് വ്യക്തികളിലല്ല, പ്രകൃതിയിൽ, മൃഗങ്ങളിലേക്ക്, സർവ്വജീവജാലങ്ങളിലേക്കും ഈ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, സാർവത്രിക സാഹോദര്യം എത്തിക്കാനുള്ള ഒരു ജീവിതം, അതിന് എന്നും പ്രസക്തിയാണെന്ന് 8 നൂറ്റാണ്ട് കഴിയുമ്പോൾ മാർപ്പാപ്പ ഫ്രാൻസിസ് എന്നൊരു പേര് സ്വീകരിച്ചില്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിശുദ്ധൻ്റെ ജീവിതം നാം പഠിപ്പിക്കുന്നതിനായിട്ട് ചാക്രിക ലേഖനം നമുക്ക് എഴുതി, തൻ്റെ തന്നെ ജീവിതത്തിലൂടെ, ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ ഇടയിൽ ജീവിച്ചു. അവിടെ കൊണ്ടും അവസാനിപ്പിക്കാൻ ആത്മാവ് ആഗ്രഹിക്കുന്നില്ല. ലയോ മാർപ്പാപ്പയും തുടരുകയാണ്. 800-ാമത്തെ വർഷം അദ്ദേഹത്തിൻ്റെ മരണം. ഒരു വർഷം മുഴുവൻ നിങ്ങൾ ജൂബിലിയായിട്ട് ആഘോഷിക്കണം. അദ്ദേഹം നമുക്ക് പകർന്നു തന്നത് ഒരു സമാധാനത്തിൻ്റെ സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ നമുക്ക് നൽകുന്നത് ഒരു സമാധാനത്തിൻ്റെ വലിയൊരു സന്ദേശമാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം നമുക്ക് എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കണം. നമുക്ക് തീർത്ഥാടനം, ഫ്രാൻസിസിൻ്റെ ദേവാലയം, നമുക്ക് തൊട്ടടുത്തുള്ളത് കത്തീഡ്രലാണ് തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് കത്തീഡ്രലിലേക്ക് എപ്പോഴെങ്കിലും ചെറിയ കൂട്ടായ്മകൾ വ്യക്തിപരമായിട്ട് പോകുകയും, നമുക്ക് സഭ നമ്മുടെ ആവശ്യപ്പെട്ട ഈ വിശുദ്ധ ഫ്രാൻസിസ്, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമുക്ക് സ്വാംശീകരിക്കാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള ഒരാഹ്വാനമാണ് മാർപ്പാപ്പ നമുക്ക് നൽകുന്നത്. അതൊരു നിസ്സാര കാര്യമായിട്ട് എടുക്കരുത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജഡികമായിട്ടുള്ള മോഹങ്ങളും താല്പര്യങ്ങളും അതൊരു യുദ്ധം തന്നെയാണ്. അന്ധകാര ശക്തികളോടൊരു യുദ്ധം നാം പ്രഖ്യാപിക്കേണ്ടതാണ് ഇല്ലാതാക്കുന്നതിന്. സമാധാനത്തിൻ്റെ മേഖലകൾ നമുക്കതുകൊണ്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപനത്തിലായിരിക്കുമ്പോൾ സമാധാനത്തിൻ്റെ പ്രവാചകനായി, രണ്ടാമത്തെ ക്രിസ്തുവായി വിശുദ്ധ ഫ്രാൻസിസിനെ ദൈവം അയച്ചെങ്കിൽ നമുക്കിന്നും വിശുദ്ധ ഫ്രാൻസിസ് ജീവിക്കുന്നത് സുവിശേഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നതിനാണ്. യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സിറും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ, ആരാധിൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, കർത്താവേ, തേജസ്സേറും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി തിരുവൽധാരയിലേക്ക് നള്ളിയിരിക്കുന്ന ദിവികാരുണ്യ ഈശോയെ നമുക്ക് നോക്കാം. ഈശോയെ, ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഈശോയെ, അങ്ങേ ഞങ്ങളിതാ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ ഗാനത്തോട് ചേരാം. നിൻ കൈകൾ എൻ കണ്ണീർ
തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് നിൻ കൈകൾ ഈശോയേ, എൻ കണ്ണീർ കർത്താവേ, തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. കൈകൾ വീശിക്കൊണ്ട് യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഈശോയേ, തേജസ്സേറും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട ഏത് മേഖലയാണോ സമർപ്പിച്ച് ഒരു 5 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഇതാ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 ജ്ഞാനസ്നാന വേളയിൽ ജോർദാൻ നദിയിൽ വെച്ച് ഈശോ സ്നാപക യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗം ഇപ്പോൾ നമ്മെ നോക്കി പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവളെന്റെ പ്രിയപുത്രി. വെൺപ്രാവ് എന്നതുപോൽ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് പറന്നിറങ്ങണമേ. വെൺപ്രാവ് എന്നതുപോൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. വരികളോട് ചേർന്ന് പാടിയെന്ന് പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോൽ വെള്ളി ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോൽ പാടിക്കേ. വെള്ളി ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഇരുകരങ്ങളും ശിരസിൽ കമിഴ്ത്തി വെച്ച്, ഇരുകരങ്ങളും ശിരസിൽ കമിഴ്ത്തി വെച്ച്, കണ്ണുകളടച്ച് ജ്ഞാനം പകരണമേ, അറിവ് നൽകണമേ, വിവേകം നൽകണമേ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വിശ്വാസത്തിന് നിരക്കാത്ത എന്തെങ്കിലും ചിന്തകൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റണമേ. കൃത്യസമയത്ത് നല്ല തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ. കണ്ണുകൾ അടച്ച് ആഗ്രഹത്തോടെ എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പാടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോൽ വെള്ളി ചിറകുകളാലേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും പാടിക്കേ, എല്ലാവരും പാടിക്കേ. വെൺപ്രാവ് എന്നതുപോൽ പരിശുദ്ധാത്മാവേ ജ്ഞാനം പകരണമേ, വിവേകം നൽകണമേ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവേ. വലത് കരം കൊണ്ട് നെറ്റിയിലൊന്ന് കുരിശു വരച്ച് നിങ്ങൾ തന്നെ വിശുദ്ധീകരിച്ച് ഇരുകരങ്ങളും കണ്ണുകളോട് ചേർത്ത് വെച്ച് വലത് കരം വലത് കണ്ണിൽ, കീപ് യുവർ റൈറ്റ് ഹാൻഡ് ഓൺ യുവർ റൈറ്റ് ഐ. ഇടതുകരം ഇടതു കണ്ണിൽ. എന്റെ കണ്ണിനെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ നല്ലത് കാണുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. തെറ്റായത് കാണുന്ന ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റണമേ. എന്റെ കാഴ്ചപ്പാടുകളെ വിശുദ്ധീകരിക്കണമേ. ഞാൻ പലപ്പോഴും ഈശോ അന്ധന്റെ കണ്ണുകളിൽ സ്പർശിച്ചിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്ത് കാണുന്നു? അവൻ പറയുന്നു, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു. പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ കാഴ്ചകൾ അവ്യക്തമാണ്. പല പ്രശ്നങ്ങൾക്കും കാരണം അതാണ്. കുടുംബ വഴക്കുകൾക്ക് കാരണം അതാണ്. യഥാർത്ഥമായ സംഭവം എന്താണെന്ന് കാണാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഈശോ വീണ്ടും അവന്റെ കണ്ണുകളിൽ സ്പർശിച്ചു. അവൻ മനുഷ്യരെ മനുഷ്യരായി കാണുന്നു. ദൈവമേ, എൻ്റെ കാഴ്ചപ്പാടുകളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. ആഗ്രഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിച്ച്. വെൺപ്രാവ് എന്നതുപോൽ വെള്ളി ചിറകുകളാലേ പരിശുദ്ധാത്മാവെ നല്ലത് കാണുവാനുള്ള കൃപ നൽകി കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ കണ്ണുകളിൽ ഒന്ന് കുരിശ് വരച്ച് കണ്ണുകളെ വിശുദ്ധീകരിച്ച് ഇരുകരങ്ങൾ കാതുകളോട് ചേർത്ത് വെച്ച് വലതുകരം വലതു കാതിൽ, ഇടതുകരം ഇടതു കാതിൽ ചേർത്ത് വെച്ച് കാതുകളോട് ചേർത്ത് വെച്ച് നല്ലത് കേൾക്കുവാൻ എന്റെ കാതുകളെ വിശുദ്ധീകരിക്കണമേ. യെശയ്യാ 30:21 തിരുവചനം,
നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളിൽ ഒരു സ്വരം നീ കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം എൻ്റെ കാതുകളിൽ കിട്ടുമ്പോൾ നന്മയുടെ വഴിയെ നടക്കുവാൻ, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനങ്ങൾ കേൾക്കുവാൻ പാകത്തിന് എൻ്റെ കാതുകളെ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോലെ വെള്ളിച്ചിറകുകളാലേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. കാതുകളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ കാതുകളിൽ കുരിശ് വരച്ച് വിശുദ്ധീകരിച്ച്, കാതുകളിൽ കുരിശ് വരച്ച് വിശുദ്ധീകരിച്ച്, ഇരുകരങ്ങളും ചുണ്ടോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച്, ദൈവമേ, എനിക്ക് ഏറ്റവും അധികം വീഴ്ച സംഭവിക്കുന്ന എൻ്റെ സംസാരത്തിലാണ്. എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ. നല്ലത് പറയുവാൻ പ്രവാചകൻ പറഞ്ഞു, ദൈവമേ, ഞാൻ അശുദ്ധമായ അധരമുള്ളവനാ, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യയെ വസിക്കുന്നവനാ. പ്രവാചകന്റെ അധരത്തിൽ ഇതാ തീക്കനൽ കൊണ്ട് സ്പർശിച്ചപ്പോൾ പ്രവാചകന്റെ അധരം നന്മ നിറഞ്ഞ അധരമായിട്ട് മാറി. നീ നല്ലത് പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും. നന്മയായത് പറയുവാൻ, കുറ്റം പറയുന്ന, തെറി വിളിക്കുന്ന, ചീത്ത പറയുന്ന, മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ചേ. അധരത്തെ വിശുദ്ധീകരിക്കണമേ. നല്ലത് പറയുവാൻ, നന്മയായത് പറയുവാനുള്ള കൃപ നൽകണമേ. കണ്ണുകൾ അടയ്ക്കുന്നു. ഇടതുകരം നിങ്ങളുടെ ഹൃദയത്തോട്, വലതുകരം തൊട്ട് മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിൽ അല്ലെങ്കിൽ തോളിൽ വെക്കുന്നു. ശിരസിൽ അല്ലെങ്കിൽ തോളിൽ വെക്കുന്നു. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൈവെപ്പ് ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വൈദികർ അൾത്താരയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്ന സമയം ഇതാ നമ്മളെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരനെ, ഈ സഹോദരിയെ, ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാവരും ഇതാ ആ വ്യക്തിയെ സമർപ്പിച്ച് ഈ വ്യക്തിയുടെ മേൽ, പ്രാർത്ഥനകളുടെ മേൽ, നിയോഗങ്ങളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, എല്ലാ ജീവിത മേഖലകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസം ഉണ്ടാകുവാനായിട്ട് എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, കുമ്പസാരത്തിലൂടെ, കൂദാശകളുടെ സ്വീകരണത്തിലൂടെ ദൈവമേ, ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ഈ ദൈവജനത്തിന് വേണ്ടി വൈദികരീതാൽ താരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കൈവെപ്പ് ശുശ്രൂഷയിലൂടെ, ശ്ലൈഹിക പാരമ്പര്യത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പൗരോഹിത്യത്തിന്റെ കൃപയിൽ നിന്നും കൂടെ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളില് കൃപയോടെ ജീവിക്കുവാൻ, അഭിഷേകത്തോടെ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ മക്കളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥനകളെ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ ഏറ്റെടുക്കണമേ, വിശദീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടിക്കേ. പരിശുദ്ധ പരമമാ എല്ലാവരും ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഞാൻ ശൈല ജോൺ, ഹോളി ഫാമിലി വേനപ്പാറ ഇടവകാംഗമാണ്. ഇവിടെ നടത്തിയ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജോയിൻറ്റ് കൺവീനറാണ്. ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ദിവ്യസ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെട്ട് വളരാൻ സാധിച്ചു. അതുപോലെ ഇടവകാംഗങ്ങൾ തമ്മിലുള്ള മതിൽക്കെട്ടുകൾ ഇല്ലാതായി. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം കുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് ഒരു പുതുജീവിതത്തിലേക്ക് മുന്നേറാനും സാധിച്ചു. അങ്ങനെ ഇടവകയിൽ
പൊതുവായി ഒരു നവീകരണത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. ഇവിടെ ഈ ധ്യാനം ഒരുക്കി തന്ന എല്ലാ പോപ്പുലർ മിഷൻ അച്ഛന്മാർക്കും അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സജി അച്ഛനും അമലച്ഛനും എൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മരീന. ഞാൻ വേനപ്പാറ ഇടവകാംഗമാണ്. കൂടാതെ ഇവിടുത്തെ യുവജന സംഘടനയുടെ ഒരു പ്രതിനിധി കൂടിയാണ്. 5 ദിവസങ്ങളിലായി ഞങ്ങളുടെ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിവരികയാണ്. ഇതിലൂടെ ഈശോയിലേക്കും പള്ളിയിലേക്കും കൂടുതൽ അടുക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സാധിച്ചു. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കുമ്പസാരത്തിനൊരുക്കമായുള്ള ക്ലാസുകൾ, അതിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാനും എങ്ങനെ ഒരു നല്ല കുമ്പസാരം നടത്തണമെന്നും ഇനിമേലിൽ പാപം ചെയ്യാതെ ഈശോയോടൊത്ത് എങ്ങനെ ജീവിക്കണമെന്നും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. നല്ല കുമ്പസാരത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഈശോയെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചു. ഈ ധ്യാനം ഇവിടെ നടത്തിയ എല്ലാ വൈദികർക്കും യുവജനങ്ങളുടെ പേരിൽ നന്ദി പറയുന്നു.